ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് SCRT 9ാം സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രി പാർട്ട് 1-ലെ 1ാമത്തെ ചാപ്റ്റർ ആറ്റത്തിൻ്റെ ഘടന പഠിക്കാം. പിന്നീട് ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നല്ലോണം മനസ്സിലാവാത്തവർക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചാലും എക്സാമിന് ആൻസർ ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് പഞ്ചസാര, ഗ്ലൂക്കോസ്, ജലം, അതിലടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങളും തന്മാത്രയുടെ രാസസൂത്രവുമാണ്. അപ്പോൾ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ്. അതിൻ്റെ രാസസൂത്രം C12H22O11. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗ്ലൂക്കോസ് ആണോ പഞ്ചസാരയാണോ എന്ന് ഓർമ്മയില്ല, ഇത് ഏതിലോ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. പഞ്ചസാരയുടെ രാസസൂത്രം C12H22O11. ഗ്ലൂക്കോസിൽ അടങ്ങിയിരിക്കുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ്. അതിൻ്റെ രാസസൂത്രം C6H12O6. ജലത്തിൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. രാസസൂത്രം H2O. ഓരോ പദാർത്ഥത്തിൻ്റെയും തന്മാത്രയിലും ആറ്റങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. അപ്പൊ തന്മാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയെല്ലാമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ, ഘടകമൂലക ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ അനുപാതം. തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ, ഘടകമൂലക ആറ്റങ്ങളുടെ എണ്ണത്തിലുള്ള അനുപാതം. അത് വ്യത്യാസപ്പെടുന്നതനുസരിച്ചാണ് പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റങ്ങൾ കൊണ്ടാണ് തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ആറ്റങ്ങളിൽ അവയേക്കാൾ ചെറിയ കണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്മാത്ര നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഈ ആറ്റങ്ങളിൽ അവയേക്കാൾ ചെറിയ കണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇവയാണ് ആറ്റങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ. 3 ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളും ഇലക്ട്രോണിനെ കണ്ടെത്തലും. അപ്പോൾ ഇതിനകത്ത് കൂടുതലൊന്നും പഠിക്കാനില്ല. അപ്പോൾ ഇത് കാഥോഡ് റേസിനെ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം ക്രൂക്സ്. 1875 കാഥോഡ് റേസിനെ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം ക്രൂക്സ്. 1875. ഇനി പറയുന്നത് ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് J.J. തോംസൺ ആണ്. ആരാണ് ഇലക്ട്രോണുകളെ കണ്ടെത്തിയത്? J.J. തോംസൺ ആണ്. അപ്പം ഇലക്ട്രോണുകളെ കണ്ടെത്തിയത് J.J. തോംസൺ. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന് 1906 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു എന്നാണ്. 1906 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. അപ്പോൾ ഇലക്ട്രോണുകളെ കണ്ടെത്തിയത് J.J. തോംസൺ ആണ്. ഇലക്ട്രോണിന്റെ മാസ്. ഇലക്ട്രോണിന്റെ E/m അനുപാതം 1.76 × 10⁻11 C/kg ആണ്. എന്നാൽ ചാർജും മാസും വെവ്വേറെ കണ്ടെത്തുന്നതിൽ J.J. തോംസൺ വിജയിച്ചില്ല. പിന്നീട് റോബർട്ട് മില്ലിക്കൺ തന്റെ പ്രശസ്തമായ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണിന് 1.6 × 10⁻−19 C നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തുകയും ഇതിൽ നിന്നും ഇലക്ട്രോണിന്റെ മാസ് 9.1 × 10⁻−31 kg ആണെന്ന് കണക്കാക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ളത് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ്? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? റോബർട്ട് മില്ലിക്കൺ ആണ് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തിയത്. ഇലക്ട്രോൺ കണ്ടെത്തിയത് J.J. തോംസൺ ആണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തിയത് റോബർട്ട് മില്ലിക്കൺ ആണ്. ഇനി അടുത്തത് പ്രോട്ടോൺ ആണ്.
1886 ഒയ്ഗൻ ഗോൾഡ്സ്റ്റൈൻ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികൾ കണ്ടെത്തിയത്. കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികൾ കണ്ടെത്തിയത് ആരാണ്? കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികൾ കണ്ടെത്തിയത് ഒയ്ഗൻ ഗോൾഡ്സ്റ്റൈൻ ആണ്. ഇവ പോസിറ്റീവ് ഭാഗത്തുള്ള ലോഹത്തകിടിൽ, അതായത് ആനോഡിൽ നിന്നും പുറപ്പെടുന്നതിനാൽ ആനോഡ് രശ്മികൾ എന്നറിയപ്പെട്ടു. അപ്പൊ കനാൽ രശ്മികൾ അഥവാ ആനോഡ് രശ്മികൾ കണ്ടെത്തിയത് ഒയ്ഗൻ ഗോൾഡ്സ്റ്റൈൻ ആണ്. ഗോൾഡ്സ്റ്റൈൻ ഈ രശ്മികളുടെ സവിശേഷതകൾ പഠിച്ച് അവയിൽ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ഡിസ്ചാർജ് ട്യൂബിൽ ഉപയോഗിക്കുന്ന വാതകങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ കനാൽ രശ്മികളുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ഹൈഡ്രജൻ വാതകം നിറച്ച ഡിസ്ചാർജ് ട്യൂബിൽ പരീക്ഷണം നടത്തിയപ്പോൾ ഉണ്ടായ കനാൽ രശ്മികളിലെ പോസിറ്റീവ് കണങ്ങൾ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമെന്ന് കണ്ടെത്തി. ഇത് ഒരു സബ് അറ്റോമിക കണമാണെന്ന് കണ്ടെത്തിയതും പ്രോട്ടോൺ എന്ന പേര് നൽകിയതും ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ആരാണ് പ്രോട്ടോൺ കണ്ടെത്തിയത്? ഏണസ്റ്റ് റുദർഫോർഡ്. ഏണസ്റ്റ് റുദർഫോർഡ് ആണ് പ്രോട്ടോൺ എന്ന് പറയുന്നത് ഒരു സബ് അറ്റോമിക കണമാണെന്നും പ്രോട്ടോൺ എന്ന പേരും നൽകിയത്. അപ്പൊ ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോണിന് ഉള്ളത്. പ്രോട്ടോൺ കണ്ടെത്തിയത് റുദർഫോർഡ് ആണ്, ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അതിന് പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്. ഇനി ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക. ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ ജെ തോംസൺ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചു. ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരുന്നു. ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതിനാൽ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എന്നാൽ പല പരീക്ഷണ ഫലങ്ങൾക്കും വിശദീകരണം നൽകാൻ തോംസൺ മാതൃകയ്ക്ക് സാധിച്ചില്ല. അപ്പൊ ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ജെ തോംസൺ. അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ജെ തോംസൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചതും ജെ തോംസൺ ആണ്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റദർഫോർഡ് ആണ്. അതിന് പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത്. അതും നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി റേഡിയോ ആക്റ്റീവത. യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്റ്റീവത. ഏതൊക്കെ മൂലകങ്ങളാണ്? യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്റ്റീവത. 1896 ഹെൻറി ബെക്കറലാണ് ഇത് കണ്ടെത്തിയത്. പ്രധാനമായും 3 കിരണങ്ങളാണ് റേഡിയോ ആക്റ്റീവതയുടെ ഫലമായി പുറത്തുവരുന്നത്. പോസിറ്റീവ് ചാർജും മാസുമുള്ള ആൽഫ കിരണങ്ങൾ, നെഗറ്റീവ് ചാർജുള്ള ബീറ്റ കിരണങ്ങൾ, ചാർജും മാസും ഇല്ലാത്ത ഗാമ കിരണങ്ങൾ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങളിലാണ് റേഡിയോ ആക്റ്റീവത ഉള്ളത്. വികിരണങ്ങൾ പുറത്തുവിടുന്നു. അതിനാണ് റേഡിയോ ആക്റ്റീവത എന്ന് പറയുന്നത്. ഹെൻറി ബെക്കറലാണ് റേഡിയോ ആക്റ്റീവത കണ്ടുപിടിച്ചത്. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി ബെക്കറൽ. 1896. 3 തരം കിരണങ്ങളാണ് റേഡിയോ ആക്റ്റീവതയുടെ ഫലമായി പുറത്തുവിടുന്നത്. ഏതൊക്കെയാണ്? പോസിറ്റീവ് ചാർജുള്ള ആൽഫയുടെ ചാർജ് എന്ത്? പോസിറ്റീവ്. നെഗറ്റീവ് ചാർജുള്ള ബീറ്റയുടെ ചാർജ് നെഗറ്റീവ്. ചാർജ് മാസമില്ലാത്ത കിരണം ഗാമ കിരണം. റേഡിയോ ആക്റ്റീവത നല്ലപോലെ നോക്കി വെച്ചേക്കുക. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കറൽ. യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. പിന്നീട് 3 കിരണങ്ങൾ റേഡിയോ ആക്റ്റീവതയുടെ ഫലമായി ഉണ്ടാകുന്ന 3 കിരണങ്ങളാണ് ആൽഫ പോസിറ്റീവ്, ബീറ്റ നെഗറ്റീവ്. ബീറ്റയുടെ ചാർജാണ് ബീറ്റ നെഗറ്റീവ്. ചാർജും മാസുമില്ലാത്ത ഗാമ കിരണങ്ങൾ. ഇനി റുദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം. അപ്പൊ ഇതിനകത്ത് പറയുന്നത് റുദർഫോർഡിന്റെ ആറ്റം മാതൃകയെ കുറിച്ചാണ്. അപ്പൊ ഏതാണ് അദ്ദേഹത്തിന്റെ ആറ്റം മാതൃക?
സൗരയൂഥ മാതൃക. അപ്പൊ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത് ആരാണ്? റുദർഫോർഡ് ആണ്. അപ്പൊ ഏണസ്റ്റ് റുദർഫോർഡ് ആണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയത്. റുദർഫോർഡിന്റെ ആറ്റം മാതൃകയെ താഴെ പറയുന്ന രീതിയിൽ ചുരുക്കി എഴുതാം. മറ്റു പരീക്ഷണങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് നോക്കിയാൽ മതി. റുദർഫോർഡിന്റെ ആറ്റം മാതൃക. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന ഒരു കേന്ദ്രഭാഗമുണ്ട്. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന ഒരു കേന്ദ്രഭാഗമുണ്ട്. ആറ്റത്തിന്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന് വലിപ്പം കുറവാണ്. ആറ്റത്തിന്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ വലിപ്പം വളരെ കുറവാണ്. ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസ് ഏകദേശം പൂർണ്ണമായും ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസ് ഏകദേശം പൂർണ്ണമായിട്ടും ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഏണസ്റ്റ് റുദർഫോർഡിന്റെ സൗരയൂഥ മാതൃക. അപ്പൊ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡ് ആണ് സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത്. ആറ്റത്തിന്റെ പ്ലംബുഡിംഗ് മോഡൽ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ. ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചതും ജെ തോംസൺ ആണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. റുദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ പരിമിതികൾ. വൈദ്യുതകാന്തിക സിദ്ധാന്ത പ്രകാരം ചലിക്കുന്ന ചാർജുള്ള കണങ്ങൾ തുടർച്ചയായി ഊർജം പുറത്തുവിടേണ്ടതാണ്. അതിനാൽ റുദർഫോർഡ് മാതൃക അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും വലം വയ്ക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ തുടർച്ചയായി ഊർജം നഷ്ടപ്പെടുത്തി ന്യൂക്ലിയസിൽ പതിക്കേണ്ടതുണ്ട്. എന്നാൽ ഇപ്രകാരം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ റുദർഫോർഡ് മാതൃകയ്ക്ക് സാധിച്ചില്ല. അപ്പം റുദർഫോർഡ് മാതൃകയുടെ പോരായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ റുദർഫോർഡ് മാതൃകയ്ക്ക് സാധിച്ചില്ല. ഇനി അടുത്തത് ന്യൂട്രോൺ ആണ്. ന്യൂക്ലിയസിന്റെ യഥാർത്ഥ മാസ് പ്രോട്ടോണുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ റുദർഫോർഡ് കണക്കുകൂട്ടിയതിനേക്കാൾ വളരെ കൂടുതലാണെന്ന് കണ്ടു. എന്നാൽ ഈ വൈരുദ്ധ്യം പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് 1932 ജെയിംസ് ചാഡ്വിക് ചില നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിനകത്തുണ്ടെന്നും അവയ്ക്ക് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ആണെന്നും കണ്ടെത്തി. ചാർജ് ഇല്ലാത്തതിനാൽ ഈ കണത്തിന് ന്യൂട്രോൺ എന്ന പേര് നൽകി. ഇപ്പൊ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. 1932 ജെയിംസ് ചാഡ്വിക് ന്യൂട്രോൺ കണ്ടെത്തിയത്. അപ്പം ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ആണ്. ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ആണ് ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്. ചാർജ് ഉണ്ടോ ഇതിന്? ന്യൂട്രോണിന് ഇല്ല, ചാർജ് ഇല്ല. ചാർജ് ഇല്ലാത്തതിനാൽ ഈ കണത്തിന് ന്യൂട്രോൺ എന്ന പേര് നൽകി. അപ്പൊ ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. നെഗറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. പോസിറ്റീവ് ചാർജ് ആണ് പ്രോട്ടോണിനുള്ളത്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. അതിന് ചാർജ് ഇല്ല. ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിന്റെ അതേ ഭാരമാണ് ന്യൂട്രോണിനും ഉള്ളത്. ഇനി നീൽസ് ബോറിന്റെ ആറ്റം മാതൃക. റുദർഫോർഡിന്റെ ആറ്റം മാതൃകയിൽ പരിമിതികൾ പരിഹരിക്കുന്നതിനായി 1913 ഡാനിഷ് ശാസ്ത്രജ്ഞനായ നീൽസ് ബോർ അവതരിപ്പിച്ച മാതൃകയാണ് ബോർ ആറ്റം മാതൃക. ബോർ ആറ്റം മാതൃകയിലെ പ്രധാന ആശയങ്ങൾ: ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്ന നിശ്ചിത ഓർബിറ്റുകളിൽ ആണ്. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ ഓർബിറ്റുകളെ ഊർജ നിലകൾ എന്ന് പറയുന്നു. എന്താണ്? ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജമുണ്ട്. അതുകൊണ്ടാണ് ഓർബിറ്റുകളെ എന്ത് പറയുന്നത്? ഊർജ നിലകൾ അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിന്റെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഓർബിറ്റുകൾ സ്ഥിരോർജ നിലകൾ എന്ന് അറിയപ്പെടുന്നു. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജവും കൂടുന്നു. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? ഓർബിറ്റുകളുടെ ഊർജവും കൂടുന്നു. ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം പുറത്തേക്ക് വിടുന്നു. ഊർജം കുറഞ്ഞ ഓർബിറ്റുകളിൽ നിന്നും ഊർജം കൂടിയ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം ആഗിരണം ചെയ്യുന്നു. എന്താണ്? ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഊർജം പുറത്തേക്ക് പോകുന്നു.
ഊർജം കുറഞ്ഞ ഓർബിറ്റിൽ നിന്നും ഊർജം കൂടിയ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഊർജം ആഗിരണം ചെയ്യുന്നു. ഓർബിറ്റുകൾക്ക് 1, 2, 3, 4, 5 എന്നിങ്ങനെ സംഖ്യകൾ നൽകി സൂചിപ്പിക്കാവുന്നതാണ്. അപ്പം 1, 2, 3, 4 ഊർജ നിലകളെ യഥാക്രമം എന്താണ് പറയുന്നത്? K, L, M, N എന്നിങ്ങനെ ഷെല്ലുകളായി പരിഗണിക്കാം. അപ്പോൾ K ഷെല്ല്, ആദ്യം കാണുന്ന K ഷെല്ല്, L, അത് കഴിഞ്ഞിട്ട് M, പിന്നെ N, O, അങ്ങനെ ഓരോ ഷെല്ലുകളെ പേരിട്ട് കാണിച്ചേക്കുന്നു. ഇനി ഒരു ഇലക്ട്രോണിന്റെ മാസ് പ്രോട്ടോണിന്റെ മാസിന്റെ 1/1837 ഭാഗമാണ്. അപ്പോൾ ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോണിന്റെ മാസിന്റെ 1/1837 ഭാഗമാണ്. വിവിധ ആറ്റം മാതൃകകൾ നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞല്ലോ. രസതന്ത്രത്തിലെ പല ആശയങ്ങളും ലളിതവൽക്കരിക്കുന്നതിന് ഈ ആറ്റം മാതൃകകൾ സഹായിച്ചു. മാസ് നമ്പറും. ഒരു ആറ്റത്തെ സംബന്ധിച്ച് പ്രോട്ടോണിന്റെ എണ്ണം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഒരു ആറ്റം ഏത് മൂലകത്തിൻ്റെതാണെന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നു. ഇത് Z എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്താണ്? ഓരോ ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെയാണ് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഇത് Z എന്ന അക്ഷരം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണം ഈക്വൽ ടു ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യം തന്നെയായിരിക്കും കേട്ടോ. ഇനി ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ മാസ് നമ്പർ എന്ന് പറയുന്നു. അപ്പം ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇതിനെ A എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കാം. മാസ് നമ്പർ ഇസ് ഈക്വൽ ടു പ്രോട്ടോണുകളുടെ എണ്ണം അധികം ന്യൂട്രോണുകളുടെ എണ്ണം ഇസ് ഈക്വൽ ടു അറ്റോമിക നമ്പർ പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. അപ്പോൾ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണം അധികം ന്യൂട്രോണുകളുടെ എണ്ണം, അതായത് പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് തന്നെയാണ് അറ്റോമിക നമ്പർ. ഇങ്ങനെയും എഴുതാം. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണം, മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണം, അങ്ങനെ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ. പ്രോട്ടോണുകളുടെ എണ്ണവും അറ്റോമിക നമ്പർ എന്ന് പറയുന്നതും തുല്യം തന്നെയാണ്. അപ്പം ഒരു തന്നിരുന്നാൽ അതിനകത്ത് ന്യൂട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ, രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി മൗലിക കണങ്ങൾ. ഒരു ആറ്റത്തെ വിഭജിക്കാമെന്നും അതിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നീ കണങ്ങൾ ഉണ്ടാകുമെന്നും നിങ്ങൾ മനസ്സിലാക്കി. ഇവയെ വീണ്ടും വിഭജിക്കാനാകുമോ? ഇലക്ട്രോണുകളെ വീണ്ടും വിഭജിക്കാൻ കഴിയാത്തതിനാൽ അത് ഒരു മൗലിക കണമാണ്. അപ്പോൾ ആറ്റത്തിലെ ഒരു മൗലിക കണം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ മൗലിക കണം ഇലക്ട്രോൺ, കാരണം അതിനെ പിന്നെ വിഭജിക്കാൻ കഴിയില്ല. എന്നാൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടാകുന്നത് 3 വീതം ക്വാർക്കുകൾ കൂടി ചേർന്നാണ്. അതിനാൽ അവയെ മൗലിക കണങ്ങളായി പരിഗണിക്കുന്നില്ല. അപ്പം പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും മൗലിക കണങ്ങളായി പരിഗണിക്കുന്നില്ല. കാരണം 3 വീതം ക്വാർക്കുകൾ കൂടി ചേർന്നാണ് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാകുന്നത്. പ്രതീകം ഉപയോഗിച്ച് പ്രതിനിധാനം ചെയ്യുമ്പോൾ പ്രതീകത്തിന്റെ ഇടതുവശത്ത് മുകളിലും താഴെയുമായി യഥാക്രമം മാസ് നമ്പറും അറ്റോമിക നമ്പറും എഴുതുന്നു. എന്താണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്? ക്ലോറിൻ അതിൻ്റെ മുകളിൽ 35, 17 ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്ത് മുകളിലും താഴെയുമായിട്ട് മുകളിൽ എന്താണ്? മാസ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്, അറ്റോമിക നമ്പറാണ്. ഇതിൽ നിന്നും പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് അറ്റോമിക നമ്പർ 17 എന്ന് പറയുന്നത് അറ്റോമിക നമ്പർ. അപ്പം ഇത് തന്നെ ആയിരിക്കും. ഇലക്ട്രോണും എത്ര ആയിരിക്കും? അപ്പം 17 തന്നെയായിരിക്കും. ഇലക്ട്രോണും 17 തന്നെയായിരിക്കും. പ്രോട്ടോണും 17. അറ്റോമിക നമ്പർ എന്ന് പറയുന്നതാണല്ലോ പ്രോട്ടോണിൻ്റെ എണ്ണം.
പിന്നീട് അതിൽ നിന്ന് ന്യൂട്രോൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, അതായത് മാസ് നമ്പർ മൈനസ് പ്രോട്ടോണിൻ്റെ എണ്ണം. 35 മൈനസ് 17 എത്ര കിട്ടും? 18. അപ്പോൾ 18 ഇവിടെ ന്യൂട്രോണിൻ്റെ എണ്ണം. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്ന മെത്തേഡ്. എങ്ങനെയാണ് ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നത്? മാസ് നമ്പർ മൈനസ് പ്രോട്ടോണിൻ്റെ എണ്ണം, അഥവാ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, രണ്ടും ഒന്ന് തന്നെയാണ്. ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസം. ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോൺ എവിടെയാണ് കാണപ്പെടുന്നത്? എവിടെയാണ് ഇലക്ട്രോൺ കാണപ്പെടുന്നത്? ന്യൂക്ലിയസിന് ചുറ്റുമാണ് അല്ലേ? ഓർബിറ്റുകളിൽ. 1, 2, 3, 4 എന്നീ ഊർജ്ജ നിലകൾക്ക് യഥാക്രമം ഏതെല്ലാം പ്രതീകങ്ങളാണ് നൽകിയിരിക്കുന്നത്? എന്തൊക്കെയാണ്? K, L, M, N. K, L, M, N എന്നാണ് പ്രതീകങ്ങൾ നൽകിയിരിക്കുന്നത്. ഏതൊരു ഓർബിറ്റിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. n എന്ന് പറയുന്നത് ഓർബിറ്റ് നമ്പറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, കെയിൽ എത്രയാണ്? 2n² അല്ലേ? 2 ഗുണം 1ൻ്റെ സ്ക്വയർ ഇവിടെ കാണിച്ചിട്ടുണ്ട് 2 അല്ലേ? 1ൻ്റെ സ്ക്വയർ 2 ആണ് പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. രണ്ടാമത്തെ ഓർബിറ്റിൻ്റെ പേര് L എന്നാണ്. 2 ഗുണം 2⁻². അപ്പോൾ ഇത് മൂന്നാമത്തെ ഓർബിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 3 ഗുണം 2⁻². അപ്പോൾ എത്ര കിട്ടും? 2 ഗുണം 9 18. 18 മൂന്നാമത്തെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. അതുപോലെ നാലാമത്തെ n ഓർബിറ്റ്. പൊതുവെ താഴ്ന്ന ഊർജ്ജ നിലയിൽ ഉള്ള ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിനു ശേഷം മാത്രമേ അടുത്ത ഊർജ്ജ നിലയിലുള്ള ഓർബിറ്റിൽ ഇലക്ട്രോൺ പൂരണം നടക്കുകയുള്ളൂ. ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആയിരിക്കും. ഒരു ആറ്റത്തിൻ്റെ ഓർബിറ്റുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് രേഖപ്പെടുത്തുന്നതാണ് ഇലക്ട്രോൺ വിന്യാസം. അപ്പോൾ എന്താണ്? ഒരു ആറ്റത്തിൻ്റെ ഓർബിറ്റുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് രേഖപ്പെടുത്തുന്നതിനെയാണ് എന്തോന്ന് പറയുന്നത്? ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഇനി ഐസോടോപ്പുകൾ. ഒരു മൂലകം ഏതാണെന്ന് നിശ്ചയിക്കുന്നതിൽ ഏത് സബ് ആറ്റോമിക കണങ്ങളുടെ എണ്ണമാണ്? ഏതാണ്? പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഇവിടെ 3 ഐസോടോപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്: പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. അപ്പോൾ ഇത് ഏതിൻ്റെ ഐസോടോപ്പുകളാണ്? ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നത് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഐസോടോപ്പുകൾ ഒരേ രാസസ്വഭാവം കാണിക്കുന്നു, എന്നാൽ ഭൗതിക സ്വഭാവങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നു. അപ്പോൾ ഒരേ രാസസ്വഭാവമായിരിക്കും, പക്ഷേ ഭൗതിക സ്വഭാവങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഖനജലം ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡ് ആണ്. അപ്പൊ ഖനജലം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡ് ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഖനജലം ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നു. ഖനജലം എവിടെയാണ് ഉപയോഗിക്കുന്നത്? ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നു. C12, C13, C14 എന്നിവ കാർബണിന്റെ പ്രകൃതിദത്ത ഐസോടോപ്പുകളാണ്. ഏതൊക്കെയാണ്? C12, C13, C14. കാർബൺ 12, കാർബൺ 13, കാർബൺ 14 ഇവയൊക്കെ കാർബണിന്റെ പ്രകൃതിദത്ത ഐസോടോപ്പുകളാണ്. കാർബൺ 12 ആണ് ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോടോപ്പ്. ഏതാണ്? കാർബൺ 12 ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബണിന്റെ ഐസോടോപ്പ്.
കാർബണിന്റെ ആകെ ഐസോടോപ്പുകളിൽ ഏകദേശം 1.1% മാത്രമാണ് കാർബൺ 13. ഇത് സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നു. സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് കാർബൺ 13. കാർബൺ 14 ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ആണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കാർബൺ 14 ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ആണ്. ഇത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഏതെന്ന് ചോദിച്ചാൽ കാർബൺ 14. കുറച്ച് ഐസോടോപ്പുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു, അതിന്റെ ഉപയോഗവും കൊടുത്തിട്ടുണ്ട്. അയഡിൻ 131 തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നു. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്നു. അയൺ 59 അനീമിയ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഐസോടോപ്പുകളെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഇനി പറയുന്നത് ഐസോബാറുകൾ. ഇപ്പം എന്താണ് ഐസോബാറുകൾ? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. അപ്പം ഐസോബാറുകൾക്ക് എന്താണ്? ഒരേ മാസ് നമ്പർ ആയിരിക്കും, വ്യത്യസ്ത ആറ്റോമിക നമ്പർ ആയിരിക്കും. ഈ ഐസോടോണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങൾ ഐസോടോണുകൾ എന്നറിയപ്പെടുന്നു. അപ്പം എന്താണ്? ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളാണ് ഐസോടോണുകൾ. അപ്പം അവയ്ക്ക് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. നൈട്രജൻ 15, കാർബൺ 14, പിന്നീട് ബോറോൺ 12, സൾഫർ ബോറോൺ 12ഉം കാർബൺ 13ഉം സൾഫർ 36, ക്ലോറിൻ 37 ഇതൊക്കെ ഐസോടോണുകൾക്ക് ഉദാഹരണമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ ചാപ്റ്റർ. ഇനി നമുക്ക് ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള 1 ആറ്റം കണ്ടുപിടിച്ചതാര്? ജോൺ ഡാൾട്ടൺ. 2 ആറ്റത്തിലെ പ്രധാന കണങ്ങൾ ഏതൊക്കെ? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. 3 ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങൾ? പ്രോട്ടോൺ, ന്യൂട്രോൺ. 4 ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം? ഹൈഡ്രജൻ. 5 ആറ്റത്തിലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന കണം? ഇലക്ട്രോൺ. 6 ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്? ജെ തോംസൺ. നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോണിനുള്ളത്. 7 ഇലക്ട്രോണിന്റെ ചാർജ് 1.602 ഗുണം 10⁻⁻⁻⁹ 1.602 ഇൻറ്റു 10⁻⁻⁻⁹. ഒന്നുകൂടെ എഴുതാം. 1.602 ഇൻറ്റു 10⁻⁻⁻⁷ അതാണ് ഇലക്ട്രോണിന്റെ ചാർജ്. റോബർട്ട് മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെയാണ് കണ്ടെത്തിയത് ഇലക്ട്രോണിന്റെ ചാർജ്. 8 ന്യൂട്രോൺ കണ്ടുപിടിച്ചതാര്? ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. 9 പ്രോട്ടോൺ കണ്ടുപിടിച്ചതാര്? ഏണസ്റ്റ് റദർഫോർഡ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. 10 ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ ആവിഷ്കരിച്ചത്? ജെ തോംസൺ. 11 ആറ്റത്തിന്റെ സൗരയൂഥ മോഡൽ ആവിഷ്കരിച്ചത് റദർഫോർഡ് ആണ്. 12 ഏറ്റവും കൂടുതൽ അംഗീകരിച്ച ആറ്റം മോഡൽ? ബോർ മോഡൽ. 13 ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളിലൂടെ ഇലക്ട്രോണുകൾ ചുറ്റുന്നു എന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ നീൽസ് ബോർ. 14 ഷെല്ലുകൾ ഏതൊക്കെ? ഓരോ ഷെല്ലിലെയും പരമാവധി ഇലക്ട്രോണുകൾ? K, L, M, N. K ഷെല്ലിൽ 2, L 8, M 18, N 32. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. n⁻²2 ആണ് ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. 16 ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണം? അറ്റോമിക നമ്പർ. ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തിനെ പറയുന്ന പേരാണ് അറ്റോമിക നമ്പർ. അതിന്റെ പ്രതീകമാണ് Z എന്ന് പറയുന്നത്. 17 ന്യൂക്ലിയസിലെ ന്യൂട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ആകെ എണ്ണം? മാസ് നമ്പർ. ന്യൂക്ലിയസിലെ ന്യൂട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ A. 18 ആറ്റത്തിന്റെ മൗലിക കണം? ഇലക്ട്രോൺ. ആറ്റത്തിലെ മൗലിക കണം
19 ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾ ഐസോടോപ്പുകൾ. 20 ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ പ്രോട്ടിയം, ട്രിഷിയം. 21 ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡ് ഘനജലം. അപ്പം കുറച്ച് ഐസോടോപ്പും അതിന്റെ ഉപയോഗവും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് എഴുതി വെച്ചേക്കും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റം ഐസോബാറുകൾ. 23 ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങൾ ഐസോട്ടോൺ. ക്വസ്റ്റ്യൻസ്